ഹായ്, അസ്സാം വലൈക്കും. ജിദ്ദ കൊടുവള്ളി മണ്ഡലം KMCC നടത്തുന്ന ഇഫ്താർ പ്രോഗ്രാം കേട്ടോ ഈ പാർക്കിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തകരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരും ഫ്രൂട്ട്സ് കട്ടിയും മറ്റുള്ള പരിപാടികളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊടുവള്ളി മണ്ഡലത്തിൻ്റെ ഇഫ്താർ വിരുന്നിൽ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാക്സുകളൊക്കെ തന്നെ ഓരോ ഫാമിലിയും ഓരോരോ വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രുചിയും അതിനകത്തുണ്ടാവും. സമൂസയൊക്കെ വളരെ ക്രിസ്പിയാണ്. 2-3 ടൈപ്പ് സമൂസകളും പഴംപൊരിയും മറ്റുള്ള സ്നാക്സും ഒക്കെ തന്നെ ഉണ്ട്. എല്ലാം ഓരോ വീടുകളിൽ നിന്നും അവരുടെ ഫാമിലികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സ്നാക്സാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഉള്ളത്. ഇഫ്താർ വിരുന്നിലേക്കുള്ള ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ സെപ്പറേറ്റ് പാക്കിങ് തന്നെയാണ്. ഫ്രൂട്ട്സിലുള്ളത് ഈ തവണ നമ്മൾ ആപ്പിളിന് പകരം പേരക്കയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വ്യത്യസ്തത അതിനകത്തുണ്ട്. ജ്യൂസായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ട്രോബെറി ജ്യൂസാണ് കേട്ടോ. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ബാങ്കും കാത്തിരിക്കുകയാണ്. ഏകദേശം 250 ആളുകൾക്ക് മുകളിൽ നോമ്പ് തുറക്കാനുള്ള സജ്ജീകരണം ആ ലമിയ പാർക്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ
കൊടുവള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ചൊല്ലിക്കൊടുക്കണം കേട്ടോ. മദ്യം, രാസലഹരി വസ്തുക്കൾ തുടങ്ങിയ സർവ്വലഹരി പദാർത്ഥങ്ങളും വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികപരമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാമൂഹ്യ തിന്മകളുടെയും താക്കോൽ എന്ന് ഇവയെക്കുറിച്ച് എന്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ നൽകുന്ന പാഠം മാനവരാശിക്ക് തന്നെ നൽകുന്ന ഉദാത്ത സന്ദേശമാണ്. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിന് സഹായകമായ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയോ ചെയ്യില്ല എന്നും പ്രവാസലോകത്തും നാട്ടിലും എന്റെ കുടുംബത്തെയും സ്നേഹജനങ്ങളെയും ബോധവൽക്കരിക്കുകയും ലഹരി വിമുക്ത സമൂഹത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. മെയിൻ ഫുഡായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചിക്കൻ ബിരിയാണി കേട്ടോ. ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് ഈ പ്രാവശ്യം. അതുപോലെ ചിക്കൻ 65. പത്തിരിയും ചിക്കൻ കുറുമയും വേറെ അഡീഷണൽ ആയിട്ട് അതിൻ്റെ കൂടെ ഉണ്ട്. അതേപോലെ നല്ല അടിപൊളി ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ തന്നെ പരസ്പരം സൗഹൃദം പങ്കുവെക്കുകയും കുശലങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. പ്രവാസ ലോകത്ത് ഇത്തരം വീണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെ എല്ലാവരും പങ്കെടുക്കും. കാരണം എന്ന് വെച്ചാൽ പരസ്പരം ഒന്ന് കാണാനും സംസാരിക്കാനൊക്കെ കിട്ടുന്ന അവസരമാകുമ്പോൾ ആരും അത് മിസ് ചെയ്യില്ല. അവസാനം ഗഹ്വ കുടിച്ചിട്ടാണ് സമാപനം കുറിച്ച ഇഫ്താറിൻ്റെ.